ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്രിയയേശു വിജയസിന് പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരന്മാരെ, ഈ 50 ദിവസം പ്രത്യേകമായ നിയോഗത്തിൽ നോമ്പെടുത്തതെന്നറിയാമെന്നാലും 71 പേര് പ്രത്യേകമായിട്ട് വ്രതമനുഷ്ഠിച്ച് ഇന്നത്തെ ദിവസം ഈ കുരിശുയാത്രയിലെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ആ ഒരു ഓർമ്മ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച പ്രിയ സഹോദരന്മാരെ, പ്രിയ ചുമക്കൾ, ഓശാനനായതിൻ്റെ ആഘോഷാരങ്ങൾക്കും പെസഹ ദിനത്തിന്റെ വികാരനിർഭരമായ രംഗങ്ങൾക്കും ശേഷം ദുഃഖവെള്ളിയുടെ സങ്കടകരമായ ഓർമ്മകളിലൂടെയുള്ള ഒരു തീർത്ഥാടനത്തിലായിരുന്ന ഏതെങ്കിലും തോട്ടത്തിൽ ദൈവത്തെ പോലെയാകാനുള്ള പ്രലോഭനത്തിൽ വീണുപോയി ദൈവ ഐക്യം നഷ്ടപ്പെടുത്തിയ ആദ്യ മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ദൈവഹിതത്തിന്റെ മുന്നിൽ സമ്പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിച്ച് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരുടെ മുന്നിൽ സുഗമമാക്കിയ പൊൻസുതൻ തന്നെയാണ് ആംഗലേയ ഭാഷയിൽ ഗുഡ് ഫ്രൈഡേ എന്നും മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ തെറ്റായ വിവർത്തനമെന്ന് നാം കാണുന്ന ദുഃഖ വെള്ളിയാഴ്ചയുടെയും അന്തസത്ത എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സഹനത്തിന്റെ ഭാരവാത്രം ക്രിസ്തു മട്ടോളം കുടിച്ചെങ്കിലും മനുഷ്യമക്കളെ സ്വർഗത്തിലേക്ക് കരയിക്കാൻ വേണ്ടിയിട്ട് അവൻ സന്തോഷത്തോടുകൂടി ആ ഭാരവാത്രം സ്വീകരിച്ച ദിനമായിരുന്നു. ഫ്രാൻസിസ് പാപ്പ പറയണം, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ച ദിവസമാണെന്ന് മാത്രം നീ പറഞ്ഞാൽ പോരാ, പ്രത്യുത അവൻ മരിച്ചത് എനിക്ക് വേണ്ടി കൂടിയാണ് എന്ന് നീ ഏറ്റുപറയുന്ന സുദിനമാണ് ഗുഡ് ഫ്രൈഡേ. ഈ അവസരത്തില് ഈ നല്ല വെള്ളിയുടെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അറിയുന്നു. 2025 ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായി ക്രിസ്തു ജയന്തി ആഘോഷത്തിലൂടെ നമ്മൾ നയിക്കുകയാണ്. പ്രത്യാശയുടെ തീർത്ഥാടകരായി പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് ഈ ലോകത്തിൽ ജീവിക്കാൻ എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും പ്രത്യേകമായി മാർപ്പാപ്പ ക്ഷണിക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. റോമാലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 5-ാം വചനം പ്രത്യേകമായി ധ്യാനിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ നമ്മൾ പറയുന്നു, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെ ഒരു തീർത്ഥയാത്രയാക്കി കണ്ടുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്ര നാം നടത്തേണ്ടിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം 7-ാം വാക്യം നമുക്കെല്ലാം വായിക്കും. നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. അപ്പോൾ ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ തീർത്ഥാടനത്തിന് മുമ്പേ നാം നമ്മുടെ വിധികളുടക്കേണ്ടത് ക്രിസ്തുവിലേക്കും ക്രിസ്തുവിന്റെ കുരിശിലേക്കുമാണ് എന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കുരിശിന്റെ വഴിയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായ ചില കഥാപാത്രങ്ങളെ ഈ ദുഃഖവെള്ളി അനുസ്മരണത്തിൽ
ഒന്ന് ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ സുവിശേഷകൻ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. വളരെ കുറച്ചു സമയം മാത്രം ഈ പീഡാനുഭവ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ബറാബാസ് കഥാപാത്രം. ആ ബറാബാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ അടുത്ത് പരിശോധിക്കുമ്പോൾ മെൽ ഗിബ്സൺ എന്ന വിശ്വപ്രസിദ്ധനായ സിനിമാ സംവിധായകൻ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന പേരിൽ 2004 പുറത്തിറക്കിയ ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രത്തെ, പീഡാനുഭവ രംഗങ്ങളെ അതിതീവ്രമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ആ ചിത്രത്തിലെ ബറാബാസിലേക്കാണ് ഞാൻ നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റാലിയൻ നടനായ പിയത്രോ സൽവി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ബറാബാസായിട്ടുള്ള വേഷത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിയത്രോ സൽവി മെൽ ഗിബ്സന്റെ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിന് ഒരു നല്ല വേഷം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടെ മെൽ ഗിബ്സനെ സമീപിച്ചതായി. പല നടന്മാരുടെയും ലിസ്റ്റിൽ നിന്ന് ഇറ്റാലിയൻ ആക്ടറായിട്ടുള്ള പിയത്രോ സൽവിയെ മെൽ ഗിബ്സൺ തിരഞ്ഞെടുത്തു. പ്രാർത്ഥനാപൂർവ്വം ഈ അഭിനേതാക്കളെ ഒരുക്കി അവരുടെ വേഷം ഏതാണെന്ന് വളരെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരോട് പറഞ്ഞത്. ഈശോയായിട്ട് അഭിനയിക്കാൻ ആഗ്രഹിച്ച പിയത്രോ സൽവിക്ക് ബറാബാസിന്റെ വേഷമാണ് അന്ന് മെൽ ഗിബ്സൺ മാറ്റിവെച്ചത് എന്ന് അറിഞ്ഞപ്പോൾ പിയത്രോ സൽവി വല്ലാതെ വിഷമിച്ചു. മാത്രമല്ല മറ്റൊരു വ്യവസ്ഥ കൂടി മെൽ ഗിബ്സൺ വെച്ചിരുന്നു. ഈ കഥാപാത്രമായ ബറാബാസ് ഒരിക്കലും ഈ ചിത്രീകരണ വേളയിൽ യേശുവിനെ നേരിട്ട് കാണാൻ പാടില്ല. ബറാബാസ് ആകെ യേശുവിനെ കാണുന്ന മുഹൂർത്തം ഏതായിരിക്കണം? പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് ജനാലകൾക്കിടയിലേക്ക് ഈ ബറാബാസിനെ തള്ളിക്കൊണ്ടുവന്ന് ആരെ ഞാൻ സ്വതന്ത്രനാക്കണം, ബറാബാസിനെയാണോ ക്രിസ്തുവിനെയാണോ എന്ന ചോദ്യത്തിന് ജനത്തിന്റെ ആനന്ദങ്ങൾക്കൊടുവില് ബറാബാസിനെ വിട്ടുതരിക എന്ന് പറയുന്നത് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ബറാബാസ് ചങ്ങലകളിൽ നിന്ന് മോചിതനായി ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് യേശുവിലേക്ക് തിരിഞ്ഞു നോക്കും. യേശു തിരിഞ്ഞ് ബറാബാസിനെ കാണുന്നു. ഒറ്റ മുഹൂർത്തം മാത്രമേ ആ സിനിമയിലുള്ളൂ. നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് ഓർക്കുന്നുണ്ടാകും. ബറാബാസ് ആ ഒരു രംഗം അതിഗംഭീരമായിട്ട് ആടിത്തളർന്നു. ബറാബാസ് ഒരു എത്തീസ്റ്റ് ആയിരുന്നു, ഒരു അവിശ്വാസിയായിരുന്നു. ബറാബാസിനെ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ആ ചിത്രത്തിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹത്തിന്റെ പേരിൽ ബറാബാസിന്റെ ഭാഗമായി തീരുകയും ആ ഒരു ചിത്രീകരണ വേളയിൽ പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് സർവാംഗം മുറിവേറ്റ് ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന ക്രിസ്തുവിന്റെ ആ മുഖം ഒരു നിമിഷം തന്നെ തിരിഞ്ഞപ്പോൾ ആ കണ്ണുകളിലേക്ക് യേശു അതിതീവ്രമായി നോക്കിയപ്പോൾ ബറാബാസ് പറഞ്ഞു, എന്റെ ശരീരത്തിന് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ച അനുഭവമായിരുന്നു എനിക്ക്. ഞാൻ എങ്ങനെയാണ് ആ ഒരു ആരവങ്ങൾക്കിടയിലൂടെ ഇറങ്ങിപ്പോയത് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പിന്നീട് പോയി ചെയ്തത്, ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു, വിശുദ്ധ ഗ്രന്ഥം ഞാൻ പഠിച്ചു, വിശുദ്ധ ഗ്രന്ഥം ഞാൻ ധ്യാനിച്ചു. പിന്നീട് ബറാബാസായി അഭിനയിച്ച പിയത്രോ സൽവി പുസ്തകമിറക്കി, ഫ്രം ബറാബാസ് ടു ജീസസ്. ബറാബാസിൽ നിന്ന് ക്രിസ്തുവിലേക്ക് എന്ന ഒരു പുസ്തകമിറക്കി. ഇന്ന് ഒരു മിഷണറിയായി പ്രഘോഷകനായി ഇറ്റലിയിൽ ജീവിക്കുന്ന പിയത്രോ സൽവിയെ കുറിച്ച് സംശയമുള്ളവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇത് ചരിത്രമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ഒരു ബറാബാസിനെ നോക്കിയത് എപ്രകാരമായി നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഇന്ന്
യേശുവിന്റെ മിഴികളിലേക്ക് നോക്കിയപ്പോൾ, യേശുവിന്റെ മിഴികൾ അവനെ കണ്ടപ്പോൾ, ആ മിഴികളിൽ അവൻ കണ്ടത് കരുണയും സ്നേഹവും നിറഞ്ഞു തോന്നുന്ന ആ ഒരു മുഖഭാവമായിരുന്നു. അതുകൊണ്ടാണ് ബർന്നബാസ് പറഞ്ഞത്, ഈ ഒരു ക്രിസ്തു അത് എന്നെ വ്യത്യസ്തനാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആ മിഴികളിൽ വെറുപ്പും വിദ്വേഷവുമല്ലായിരുന്നു, പ്രത്യുത കരുണയും സ്നേഹവുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച കർത്താവിന്റെ പീഡാനുഭവങ്ങളിലൂടെ നാം കടന്നുപോയപ്പോൾ അവന്റെ മിഴികളിലേക്ക് നോക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിഴികൾ എന്നോടും നിങ്ങളോടും നിശബ്ദമായി പ്രഘോഷിക്കും. നിങ്ങൾ ഈ ലോകത്തിൽ എനിക്ക് സാക്ഷികളായി ജീവിക്കണം, ഈ ലോകത്തിന്റെ കരുണയുടെ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഞാൻ നിങ്ങൾ മാറണമെന്ന് നമ്മെ ഈ മിഴികൾ പ്രചോദിപ്പിക്കും. ഈ ക്രിസ്തുമതങ്ങളുടെ പ്രചോദനം സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മളോട് ചോദിക്കുന്നത്. 2015 ഫ്രാൻസിസ് പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ ആ ഒരു വർഷത്തിലേക്ക് നമ്മെ നയിക്കുന്ന അപ്പസ്തോലിക പ്രബോധനം ഇറക്കി. മിസെറിക്കോർഡിയേ ഉൾത്തുസ്, കരുണയുടെ മുഖം, കാരുണ്യത്തിന്റെ മുഖം. ഈ കാരുണ്യത്തിന്റെ മുഖത്തിന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ക്രൈസ്തവരുള്ള ഇടങ്ങളില് കാരുണ്യത്തിന്റെ മരുപ്പച്ചയുണ്ടാകണം. കാരുണ്യത്തിന്റെ മരുപ്പച്ചയുടെ പ്രവാചകരായി ജീവിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് ഈ ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവരും ക്രിസ്തു നമ്മെ നോക്കി പറയുന്നു. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച ഈ ക്രിസ്തുവിന്റെ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ കരുണയും സ്നേഹവും ആവോളം നുകർന്നുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി കരുണയുടെ പ്രവാചകരായി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ ഈ ദുഃഖവെള്ളി കൂടുതൽ അർത്ഥവത്തായ ഒരു നല്ല വെള്ളിയായി ഭവിക്കുമെന്ന് ഉറപ്പായും നമുക്ക് വിശ്വസിക്കാം. ഒന്നാമത്തെ കഥാപാത്രം ഞാൻ ആഗ്രഹിക്കുന്നത് ബർന്നബാസിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറുന്ന പീത്രോസ് സഹോദരിയെ പോലെയുള്ള ആ ഒരു ചിന്ത നമുക്ക് സ്വീകരിക്കാൻ കഴിയട്ടെയാണ്. രണ്ടാമതായി മത്തായി സുവിശേഷത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 39 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ നാം വളരെ കൃത്യമായി കാണുന്നുണ്ട്. പത്രോസ് യേശുവിനോട് ചേർന്ന് സഞ്ചരിച്ച യേശുവിന്റെ പ്രിയ ശിഷ്യനായിരുന്നു. യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ടാണ് യേശു തന്റെ പ്രധാനപ്പെട്ട സഭകളിലൊക്കെ സഞ്ചരിച്ചത്. അത് യായിറോസിന്റെ മകളെ ഉയർത്തിപ്പിടിച്ച സന്ദർഭത്തിലായാലും, താബോറിന്റെ ഉയർന്ന മലയിൽ രൂപാന്തരീകരണ സമയത്തായാലും, ഗത്സമനയിലെ പ്രാർത്ഥനാ നിമിഷങ്ങളിലാണെങ്കിലും ഇവരെ ചാക്കോട് ചേർത്തുകൊണ്ടാണ് കർത്താവ് സഞ്ചരിച്ചത്. ആ പത്രോസ് 26-ാം അധ്യായത്തിൽ നാം കാണുന്നത് 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് കൃത്യമായ സൂചനകൾ അവർക്ക് നൽകുന്നുണ്ട്. പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ആരൊക്കെ നിന്നിടറിയാലും ഞാൻ ഒരിക്കലും ഇടറുകയില്ല, ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോവുകയില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞവരായിരുന്നു പത്രോസ്. 35-ാമത്തെ പ്രകാരമായി പത്രോസ് പറഞ്ഞു, എന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. അത്രയും ഉറപ്പാണ്. ശ്യാമപത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. പിന്നീട് 26-ാം അധ്യായത്തിന്റെ 69-ാം വചനത്തിൽ ഒരു പരിചാരിക വന്ന്, നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ? ഞാനറിയില്ല. 71-ാം വചനത്തിൽ മറ്റൊരു പരിചാരിക വന്ന് വീണ്ടും പറയുമ്പോഴും പത്രോസ് തള്ളിപ്പറയുകയാണ്. 73-ാമത്തെ വചനത്തിൽ 76-ാം അധ്യായത്തിൽ അടുത്തു നിന്നിരുന്നവർ പത്രോസിന് സംശയം ഉന്നയിക്കുമ്പോൾ അവിടെയും അതിക്രൂരമായ പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറയുകയാണ്. ആ സമയത്ത് ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 61-ാമത്തെ വചനത്തില് കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, അപ്പോൾ കോഴി കൂകി.
പത്രോസിനെ കുറിച്ച് റോമിൽ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. റോമിലെ വിയാപിയായി ഒരു കൊച്ചു ദേവാലയമുണ്ട്. വിയാപി ആരംഭിക്കുന്നതിനടുത്ത് അവിടെ ആ പള്ളിയുടെ പേര് കോവാദിസ് ഡോമിനി. ആ ദേവാലയത്തിന്റെ പേര് കോവാദിസ് ഡോമിനി. റോമിൽ പോയിട്ടുള്ളത് ഒരുപക്ഷെ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതിന് ചരിത്രമായിട്ട് പ്രകാരം പത്രോസ് പിന്നീട് ഉത്തിതനായ ക്രിസ്തുവിനെ 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് താൻ തള്ളിപ്പറഞ്ഞതിന്റെ ദുഃഖമൊക്കെ ഒഴിവാക്കി ഈ പത്രോസിനെ കർത്താവ് സഭയുടെ അടിസ്ഥാന ശരിയാക്കി മാറ്റി എല്ലാ അധികാരവും നൽകി ഈ പത്രോസ് തന്റെ ശിഷ്യ സമൂഹത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് സഭയെ പടമെടുക്കുമ്പോൾ റോമിന് അന്ന് മതപീഡനങ്ങളുടെ ശക്തിയായ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ മതബന്ധനത്തിലെ ചക്രവർത്തിമാരെ ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും അവരെ തെരുവുകളിലെ പന്തം പോലെ കത്തിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ പത്രോസ് ഭയപ്പെട്ട് അവൻ അവിടെ നിന്ന് വിയാപിയെ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കാരണം ഇനി മതവർദ്ധകന്റെ കയ്യിൽപ്പെട്ട് എന്റെ ജീവൻ കൊടുക്കാൻ എനിക്ക് സാധിക്കും, എനിക്ക് ജീവിക്കണം. പത്രോസ് അവരെ ആരാധനാതെ ഓടി രക്ഷപ്പെട്ട് വിയാപിയെ എത്തുമ്പോൾ അതാ വരുന്നു കുരിശെ കൊണ്ട് അഭ്യർത്ഥിക്കുന്നത്. പത്രോസ് ആരാണ് ഈ അഭ്യർത്ഥിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് താൻ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച ക്രിസ്തു തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നത്. പത്രോസ് അറിയാതെ ചോദിച്ചു, നീ എവിടേക്കാ പോകുന്നത്? ഈ കുരിശു കൊണ്ട് നീ വീണ്ടും എവിടേക്കാ പോകുന്നത്? കർത്താവ് മറുപടി പറഞ്ഞു, ഞാൻ വീണ്ടും റോമിലേക്ക് പോവുകയാണ്. ഞാൻ അവിടെ പോയി വീണ്ടും കുരിശിൽ മരിക്കാൻ പോവുകയാണ്. ഉടനെ പത്രോസ് മുട്ടുകുത്തി കർത്താവിന്റെ കുരിശ് സ്വീകരിച്ചുകൊണ്ട് നോ, നീ ഒരിക്കലും തിരിച്ചു പോകേണ്ട, നിനക്ക് വേണ്ടി ഞാൻ തന്നെയാണ് പോയത്, ഞാൻ തിരിച്ചു പോയിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ആ കുരിശിലേക്കൊണ്ട് വീണ്ടും റോമിലേക്ക് എത്തുന്നു. ഗുരുവിനെ പോലെ മരിക്കാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായി തന്നെ കുരിശിലേക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയെയും മരണത്തെ കൊള്ളുകയും ചെയ്ത ചരിത്രം നമുക്ക് പറയുന്നു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ വഴിയിലെ തീർത്ഥാടനത്തിന് നാം കണ്ടുകൊള്ളുന്ന രണ്ടാമത്തെ കഥാപാത്രമായ പത്രോസ് നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. ക്രിസ്തുവിന്റെ വഴികളിൽ നിന്ന് നമ്മുടെ വഴികളിൽ നിന്ന് മാറ്റുന്നുണ്ട്. ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ നിന്ന് നാം വ്യതിചലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ലോകത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ പാപത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. എമ്പുരാനൊക്കെ പ്രവർത്തനങ്ങളുണ്ട്. ലൂസിഫറും എമ്പുരാനും ഒക്കെ എന്നെ എന്റെ വിശ്വാസ ജീവിതത്തിലൊക്കെ വഴിതെറ്റിച്ച് മുന്നോട്ട് നയിക്കുമ്പോൾ അവിടെ നിന്ന് സഭയിൽ ഇറങ്ങി വന്നുകൊണ്ട് I am with you Lord, I am with you. നിന്നോടൊപ്പം ഞാനുണ്ട്, നിനക്ക് വേണ്ടി കുരിശിലേറാൻ ഞാൻ തയ്യാറായെന്ന് സഭയെയും പ്രഘോഷിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇത്. നമുക്കറിയാം, റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 2-ാം വചനം പറയും, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഓരോരുത്തർക്ക് വേണ്ടിയും നമ്മൾ പറയും, സഹനത്തിന്റെ പാലപാത്രം കർത്താവ് നിങ്ങൾക്ക് നൽകുമ്പോൾ ഈ സഹനങ്ങളിൽ നിന്ന് മാറുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത്. പത്രോസ്ലീഹയാണ് പിന്നീട് നമ്മുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തിലൂടെ പറഞ്ഞു, നിങ്ങളെ പരിശോധിക്കുവാൻ അഗ്നിപരീക്ഷ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമാകുന്നത് സംഭവിച്ചാലെന്നതുപോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുകയും ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ പങ്കുകാരാകുന്നതിൽ സന്തോഷിക്കണമെന്ന് പത്രോസ്ലീഹ തന്റെ അനുഭവത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു തന്റെ ശിഷ്യഗണത്തോട് എപ്പോഴും ആവർത്തിക്കുന്നവരായിരുന്നത്. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 23-ാം വചനം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിക്കണം, അവൻ തന്റെ കുരിശിനെ പിന്നാലെ വരണം. ഈ കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്ര,
ഈ സഹനത്തിന്റെ തീർത്ഥയാത്ര ഞാൻ നിങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ ഈ സഹനം എന്നുള്ളത് മഹത്വത്തിലേക്കുള്ള പാതയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിൽ ഗ്രീക്കുകാരെ കർത്താവിനെ അന്വേഷിച്ചു വരുമ്പോൾ ആ ഗ്രീക്കുകാരുടെ കർത്താവ് പറയുന്നത് മനുഷ്യർക്ക് മഹത്വപ്പെടാനുള്ള സമയമായിരുന്നു. തുടർന്ന് പറയുന്ന വചനം വളരെ സുന്ദരമാണ്. ഗോതമ്പ് നിരത്തുകയും അഴിയുന്നത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുമെങ്കിലെങ്കിലോ അത് അതേപോലെയിരിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിലെ സഹനങ്ങൾ നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുമെന്ന ബോധ്യത്തോടുകൂടി സഹനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നു. അതാണ് യെശയ്യാ പ്രവാചകൻ 48-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തിൽ നമ്മളോട് പറഞ്ഞത്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, കഷ്ടതയുടെ തീച്ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. നിന്നെ ഞാൻ ശുദ്ധീകരിക്കുന്നത് കഷ്ടതയുടെ തീച്ചൂളയിലാണ്. ഓരോ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും നാം ഒരുപക്ഷെ നമ്മുടെ തന്നെ അസ്വസ്ഥതകളിലൂടെ സഹന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ചോദിച്ചതുപോലെ ഞാൻ നിങ്ങളോട് അറിയാതെ ചോദിക്കാറുണ്ട്, എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് എന്റെ ജീവിതം ഉണ്ടായി? എന്റെ മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളെ ഈ രീതിയിൽ നീ കൊണ്ടുപോയി? ഈ കഴിഞ്ഞ ആഴ്ചയാണ് താമരശ്ശേരിയിൽ കുഞ്ഞിന്റെ വിലാപം കേട്ടത്. 6 വയസ്സുള്ള ഏയ്കൾ എന്ന് പറയുന്ന കുഞ്ഞിനെ കൊലക്കയച്ചത് 20 വയസ്സുള്ള ക്രൈസ്തവ യുവാവാണ്. ആ മാതാപിതാക്കളുടെ കരച്ചിൽ, ആ ബന്ധുജനങ്ങളുടെ കരച്ചിൽ, ആ സമൂഹങ്ങളുടെ വേദനിക്കുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആശ്രയകളിൽ നമ്മുടെ യുവജനങ്ങളിൽ തിമർത്താനപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ പേര് ഈ രീതിയിൽ ദുരന്തം വിതയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അറിയാതെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് ഈ സഹനം നൽകുന്നു? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ സഹനം നൽകുന്നു? സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ ശോധന ചെയ്യുകയാണ്, ശുദ്ധീകരിക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ദുഃഖപ്പെട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സമയമായി എനിക്കറിയാമെങ്കിൽ ഒരു കൊച്ചു കഥാപാത്രത്തെ കൂടി അവതരിപ്പിച്ച് ഞാൻ സന്ദേശം അവസാനിപ്പിക്കും. അത് വേറെ യൂദാസ്. മിലാനിലെ മരിയത്തിന്റെ ഗ്രാസിയായ ഡൊമിനിക്കൻ ആശ്രമത്തിന്റെ ദേവാലയത്തിൽ അതിസുന്ദരമായി ലയനാർഡ് ഡാവിഞ്ചിയുടെ അന്ത്യത്താഴ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചു. അന്ത്യത്താഴത്തിന്റെ ചിത്രം, ആ അന്ത്യത്താഴ ചിത്രം ലയനാർഡ് ഡാവിഞ്ചി 15-ാം നൂറ്റാണ്ടിലാണ് ആ ചിത്രം വരയ്ക്കുന്നത്. അന്നത്തെ പ്രഭുവിന്റെ പ്രത്യേകമായ ആഗ്രഹപ്രകാരം ലയനാർഡ് ഡാവിഞ്ചി അറിയപ്പെടുന്നതിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുണ്ടായിരുന്നു. ഇന്നും ലോക ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമുള്ള 10 അറിയപ്പെടുന്ന ചിത്രകാരന്മാരിൽ അതിന് പ്രഥമ സ്ഥാനത്ത് ലയനാർഡ് ഡാവിഞ്ചിയുണ്ട്. മോണലിസ എന്ന് പറയുന്നത് ലയനാർഡ് ഡാവിഞ്ചിയുടെ അതിസുന്ദരമായ ചിത്രമാണ്. ആ ലയനാർഡ് ഡാവിഞ്ചിയാണ് 3 വർഷത്തിലേറെ സമയമെടുത്താണ് ഈ ഒരു ചിത്രം അദ്ദേഹം പൂർത്തിയാക്കിയത്. ഈ ചിത്രത്തെ കുറിച്ച് അന്നത്തെ പ്രഭു ആവശ്യപ്പെട്ടപ്പോൾ 7 ദിവസങ്ങളേറെ മാസങ്ങൾ ധ്യാനപൂർവ്വം ചെലവഴിച്ചതിനു ശേഷമാണ് ലയനാർഡ് ഡാവിഞ്ചിയുടെ ഓരോ കഥാപാത്രത്തെയും മനസ്സിലേക്ക് പോകുന്നത്. ഏറ്റവും ആദ്യം വരയ്ക്കാൻ ആഗ്രഹിച്ചത് ക്രിസ്തുവിന്റെ ചിത്രം തന്നെയായിരുന്നു. ആ ക്രിസ്തുവിന്റെ മുഖത്തോട് രൂപസാദൃശ്യമുണ്ടോ എന്ന് താൻ ചിന്തിക്കുന്ന ഒരു രൂപത്തെ, ഒരു ഫിഗർ കണ്ടെത്താൻ വേണ്ടി ഒത്തിരിയേറെ ലയനാർഡ് ഡാവിഞ്ചി ആരാധനയാണ് പറയുന്നത്. അവസാനം ഏകദേശം നിഷ്കളങ്കമായ ഭാവമുള്ള, ചൈതന്യവത്തായ, ഗ്രേസ്ഫുള്ളായ ഒരു മുഖഭാവം അദ്ദേഹം കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടെ ആ യുവാവിനോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം, സ്റ്റുഡിയോയിലേക്ക് വരാൻ, എനിക്ക് താങ്കളുടെ മുഖം ഒന്ന് ഒപ്പിയെടുക്കാൻ. ആ യുവാവ് ലയനാർഡ് ഡാവിഞ്ചിയിലൂടെ ഈ പറയുന്ന ദേവാലയത്തിലെ സ്റ്റുഡിയോയിലെത്തി ആഴ്ചകളോളം അവിടെ ചെലവഴിച്ചു. ഈ യുവാവിന്റെ മുഖത്തെ ക്രിസ്തുവിന്റെ മുഖത്തോട് ഒന്നിച്ചുകൊണ്ട് ആ ചിന്തയോടുകൂടെ അതിസുന്ദരമായി ലയനാർഡ് ഡാവിഞ്ചി പകർന്നു. പിന്നീട് ഓരോ കഥാപാത്രത്തെയും 12 ശിഷ്യന്മാരെ വരയ്ക്കാനുള്ള ശ്രമമായി ഈ 12 ശിഷ്യന്മാരും തന്റേതായിട്ടുള്ള ആ ഭാവനയനുസരിച്ച് അതിന് സഹായകരമാകാവുന്ന രീതിയിലുള്ള വ്യക്തികളെ ലയനാർഡ് ഡാവിഞ്ചി കണ്ടെത്തി. പക്ഷേ യൂദാസിനെ
മാത്രം കണ്ടെത്താൻ കഴിയുന്നു. യൂദാസ് മാത്രം തന്റെ ഭാവനയിൽ ഇത്രയും ക്രൗര്യഭാവമുള്ള, ഇത്രയും വഞ്ചന നിറഞ്ഞ, ഇത്രയും ഭീകരമായിട്ടുള്ള, സകലരാലും വെറുക്കപ്പെടുന്ന ഒരു രൂപം നൽകുന്ന, അതിനുവേണ്ടി മാസങ്ങളോളം ലയനാഥ ഗാന്ധിജി മിലാനിന്റെ തെരുവുകളിലൊക്കെയായി ഏറെ കഷ്ടപ്പെട്ടിട്ടാണ് അവസാനം ഒരു തെരുവുകളുടെ ക്രൗര്യഭാവമുള്ള, അതിഭീകരമായ രീതിയിൽ തോന്നിക്കുന്ന, വഞ്ചന നിറഞ്ഞ വിഴികളുള്ള ഒരുവരെ കണ്ടെത്തി അവരുടെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുക. നീ എന്നോട് സഹായിക്കുന്നു, എന്റെ നിർദ്ദേശം. ജനതയോട് ഈ മലയാളിയായ സ്റ്റുഡിയോയിലെത്തി അവരവിടെ ഇന്ന് കഴിഞ്ഞപ്പോൾ അവരാകെ പാലിക്കുകയാണ്. അവർ പറഞ്ഞു, വർഷങ്ങൾക്ക് ഞാനോട് വന്നിട്ടുണ്ടല്ലോ. ഗാന്ധിജിക്ക് അവർക്ക് മനസ്സിലായില്ല എപ്പോൾ എന്ന് എങ്ങനെയോ. അവർ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ ചിത്രരചന ആരംഭിക്കുന്ന അവസരത്തിൽ തുടക്കം കുറിച്ചപ്പോൾ യേശുവിന്റെ മുഖത്തോട് സാമ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ എന്റെ മുഖമാണ് ഈ ലോകത്തിലെ ഏറ്റവും നിഷ്കളങ്കമായ മുഖമെന്നും ഏറ്റവും താരതമ്യമുള്ള മിഴികളാണെന്നും ഏറ്റവും സ്നേഹം ലഭിക്കുന്ന മുഖഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റുഡിയോയിൽ അങ്ങനെ കൊണ്ടുവന്നിരുന്നതാണ് ഞാൻ. ഇനി വർഷങ്ങൾക്ക് ശേഷം ആ ഞാനെന്ന് ഏറ്റവും ക്രൂരമായ യൂദാസായി മാറിയെന്നറിയുന്നത് ആ മനുഷ്യൻ അവിടെ ചതുർത്തി തടഞ്ഞു. പ്രിയമുള്ളവരെ, ഒറ്റച്ചിന്തമാക്കുന്നത് മാമോദീസായുടെ ശുഭ്രവസ്ത്രം നൽകിക്കൊണ്ട് ദൈവത്തിന്റെ മകനും മകളുമായി ദൈവം നമ്മെ സ്വന്തമാക്കി ചേർത്ത് നിർത്തിയതാണ്. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഈ നിഷ്കളങ്കത? എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ദൈവഭാവം? എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സ്നേഹ സമീപനങ്ങൾ? എവിടെ നിന്നാണ് നീ അധപതിച്ചതെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ് ദുഃഖവെള്ളി. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച നാം ധ്യാന വിഷയമാക്കിയ ഈ 3 പേരും വ്യത്യസ്തമായ രീതിയിൽ നമ്മെ സ്വാധീനിക്കുന്നവരാണ്. ഈ ദുഃഖവെള്ളി അനുഭവത്തിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ദുഃഖവെള്ളി കഴിഞ്ഞ് നമുക്ക് കടന്നു വരുന്ന പ്രത്യാശയുടെ ഒരു ഉത്ഥാനത്തിന്റെ സന്തോഷം കൂടി ഉണ്ട് എന്നുള്ളത് നാം ആരും വിസ്മരിക്കരുത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഉയർപ്പില്ലാത്ത നോമ്പുദാനത്തിൽ കഴിയുന്ന ഹതഭാഗ്യരെ പോലെയാകരുത് നാം എല്ലാവരും. ഉയർപ്പില്ലാത്ത നോമ്പുദാനത്തിലല്ല നാം കഴിയുന്നത്, പ്രത്യാശയോടുകൂടെ തന്നെയാണ് ഈ ജീവിതാനുഭവങ്ങളെ നാം നേരിടുന്നത്. അതുകൊണ്ട് ഈ ഒരു നോമ്പുദാനത്തിന്റെ തീർത്ഥയാത്രയിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ തമ്പുരാൻ നമുക്ക് പകർന്നുന്ന പ്രത്യാശയും വിശ്വാസവും സ്നേഹവും അത് ഇനിയുള്ള ജീവിത കാലഘട്ടത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ അവിടെ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ ദിനത്തില് തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഈ ഒരു ഉറപ്പ് നമുക്ക് നൽകാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വിശുദ്ധിയുടെ വ്യവസ്ഥ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന്റെ കവചം, അങ്ങ് ഞങ്ങളെ പ്രചോദിപ്പിച്ച കരുണയുടെ സന്ദേശം, അങ്ങ് ഈ ലോകത്തിൽ അങ്ങയിലൂടെ ഞങ്ങളിലൂടെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവയുടെ ദൗത്യം വിശ്വസ്തയോടെ ഏറ്റെടുത്ത് സന്തോഷത്തോടെ പ്രത്യാശയോടെ ഈ തീർത്ഥാടനത്തിന്റെ ഭാഗമാക്കുന്നതായി തീരാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ക്രൂശിതനായ ക്രിസ്തു നമുക്കേവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.